ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 ലെവൽ ഗ്രാമാറ്റിക് പോർഷൻ ആണ്. അതായത് കോമ്പോസിറ്റ് ആണ്. പ്രൊണോമിനൽ ആഡ്വർബ്, അതായത് ഒരു സെൻറ്റൻസിൽ പ്രൊണോമിന് പകരം ആഡ് ചെയ്യുന്ന ഒരു ഗ്രാമാറ്റിക് പോർഷൻ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് പേഴ്സൺ അല്ലെങ്കിൽ ലേബർ വെസൻ. അത് രണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ അല്ലെങ്കിൽ ജീവികൾ. വ്യക്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവികളെക്കുറിച്ചോ നമ്മൾ ഒരു സെൻറ്റൻസിൽ പറയുന്നെങ്കിൽ അവിടെ നമ്മൾ എഴുതുന്ന പേഴ്സണൽ പ്രൊണോമൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് എഴുതേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസിഷൻ പ്ലസ് പേഴ്സണൽ പ്രൊണോമൻ. പേഴ്സണൽ എന്നവിടെ കൊടുത്തിരിക്കുന്നത് പേഴ്സണൽ പ്രൊണോമനെയാണ് ഞാനവിടെ പേഴ്സണൽ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കോമ്പോസിറ്റ് രീതിയിൽ വ്യക്തികളെയോ അല്ലെങ്കിൽ ജീവികളെയോ നമ്മൾ പറയുവാണെങ്കിൽ അവിടെ നമ്മൾ കോമ്പോസിറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സെൻറ്റൻസ് സ്ട്രക്ചറാണ് പ്രപ്പോസിഷൻ പ്ലസ് പേഴ്സണൽ പ്രൊണോമൻ. പേഴ്സണൽ പ്രൊണോമൻ നമ്മൾ ദാറ്റീവിലാണോ അക്യൂസാറ്റീവിലാണോ എന്ന് നോക്കണം, അതനുസരിച്ച് വേണം എഴുതാനായിട്ട്. ഓക്കെ, ആ സെൻറ്റൻസിലെ പ്രപ്പോസിഷൻ നമ്മൾ ഏതാണോ എഴുതുന്നത് ആ കേസിൽ തന്നെ ആയിരിക്കണം നമ്മുടെ പേഴ്സണൽ പ്രൊണോമനും എഴുതേണ്ടത്. അക്യൂസാറ്റീവിലാണെങ്കിൽ ഈൻ എന്ന് വരും, ദാറ്റീവിലാണെങ്കിൽ ഈം എന്ന് വരും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നാക്തൻ ഉപ, നാക്തെങ്കൻ ഉപ. നാക്തെങ്കൻ ഉപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച്, ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു അതിനെക്കുറിച്ച് കണ്ടോ, നമ്മൾ ഒരു കാര്യം റിപ്പീറ്റായിട്ട് പറയാതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് ഓരോ സെൻറ്റൻസിനെ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഊബർ ആണെങ്കിൽ നമ്മൾ ഈൻ അല്ലെങ്കിൽ സി ആയിരിക്കും അവിടെ പേഴ്സണൽ പ്രൊണോമൻ ആയിട്ട് വരുന്നത്. മിറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന പേഴ്സണൽ പ്രൊണോമൻ ഈം അല്ലെങ്കിൽ ഇയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്യോർ എന്നുള്ള പ്രപ്പോസിഷൻ ആണെങ്കിൽ അവിടെ വരുന്ന പേഴ്സണൽ പ്രൊണോമൻ ഈൻ അല്ലെങ്കിൽ സി ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവികൾ അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് കോമ്പോസിറ്റ് ഫോം ചെയ്യുന്നതും എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തത് സാഗൻസ്, അതായത് ഒരു വസ്തുതകൾ അല്ലെങ്കിൽ വസ്തുക്കൾ, അതിനെക്കുറിച്ചാണ് നമ്മളൊരു സെൻറ്റൻസ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ കോമ്പോസിറ്റ് യൂസ് ചെയ്യുന്നത് വോ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്. വോ പ്ലസ് ആർ അവിടെ ആഡ് ആകും. അതായത് ചില പ്രപ്പോസിഷനിൽ മാത്രം നമ്മൾ ആർ ആഡ് ആക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വോ പ്ലസ് ആർ പ്ലസ് പ്രപ്പോസിഷൻ, അങ്ങനെയായിരിക്കും ഇതിൻ്റെ കോമ്പോസിറ്റയുടെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ആർ റൂബർ. ഓക്കെ, അവിടെ റൂബർ എന്ന് വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വവ്വൽസായ AEIOU ഇല്ലേ, വവ്വൽസ് വരുന്ന പ്രപ്പോസിഷൻ, അതായത് പ്രപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വവ്വൽസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ആർ ആഡ് ചെയ്ത് കൊടുക്കുക. എഴുതിയിട്ട് ആർ ആഡ് ചെയ്ത് വേണം നമ്മൾ ആ പ്രപ്പോസിഷൻ എഴുതാൻ. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പം ദനാഹ് എന്ന് പറയുവാണെങ്കിൽ നാഹിന് നമുക്കവിടെ എന്നാണ്, എന്നത് വവ്വൽസ് അല്ല, അതുകൊണ്ട് നമുക്കവിടെ ആർ ആഡ് ചെയ്യാതെ പ്ലസ് പ്രപ്പോസിഷൻ പറയുക. മനസ്സിലായല്ലോ? ആ രീതി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കോമ്പോസിറ്റയുടെ ആ ഒരു ഫോം, സെൻറ്റൻസ് സ്ട്രക്ചർ, ആ ഒരു സംഭവം ചെയ്യേണ്ടത്. അടുത്തതാണ് വെർബൻ വിത്ത് പ്രപ്പോസിഷൻ. അതായത് ഇത് നമ്മുടെ ഈ കോമ്പോസിറ്റ്, അതായത് പിന്നെ കോമ്പോസിറ്റ് എന്ന് പറയുന്ന രണ്ട് ഗ്രാമർ പോർഷനാണ് ഉള്ളത്. ഇത് രണ്ടെണ്ണത്തിന് നമ്മൾ വെർബൻ വിത്ത് പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ഗ്രാമർ പോർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. കാണാത്തവർ കയറി കാണുക, എന്നിട്ട് ബാക്കി ഈ വീഡിയോ കാണുക. അതായിരിക്കും കൂടുതലും നല്ലത്. ആ ഒരു പോർഷൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ കോമ്പോസിറ്റ് കോമ്പോസിറ്റ് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ
ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. ഇനി നമുക്ക് ഡാക്കോമ്പസിറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പ്രപ്പോസിഷനായിട്ട് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ പ്രപ്പോസിഷനാണ് നമ്മൾ ആദ്യമേ അൺ, ഔഫ്, ഔസ് എന്ന് പറഞ്ഞ് പ്രപ്പോസിഷൻ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഡാക്കോമ്പസിറ്റ് ഫോമാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അൻ എന്നുള്ള പ്രപ്പോസിഷൻ ഥറൻ എന്നാണ് വരുന്നത്. അതായത് എ എന്നുള്ള വൗവലാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദ പ്ലസ് ആർ പ്ലസ് അൻ, ഥറൻ. ഓക്കെ. അടുത്തത് ഔഫ്. ഔഫ് എന്ന് പറയുമ്പം അതിൻ്റെ ഡാക്കോമ്പസിറ്റ് തറൗഫ്. ഓക്കെ. അതായത് എ ആണ്, എ വൗവലാണ്, അതുകൊണ്ട് തറൗഫ്. ദ പ്ലസ് ആർ പ്ലസ് ഔഫ്, തറൗഫ്. അടുത്തത് ഔസ്. ഔസ് അതിൻ്റെ ഡാക്കോമ്പസിറ്റ് ഫോം തറൗസ്, തറൗസ്. അടുത്തത് ഇൻ, ഥറിൻ, ഥറിൻ. ഓക്കെ. അടുത്താണ് യൂബ. യൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു ആണ്, യു വൗവൽസതാണ്. അപ്പം ത്യാറൂബർ, ത്യാറൂബർ. അടുത്താണ് നമ്മൾ ഡാക്കോമ്പസിറ്റ് ഫോമിൽ വരുമ്പം ദാറും, ദാറും. ഉണ്ടർ. ഉണ്ടർ വരുമ്പം ദ പ്ലസ് ആർ പ്ലസ് ഉണ്ടർ, ദറുണ്ടർ. അടുത്തത് നേബൻ. നേബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ വവ്വൽസ് അല്ല, അതുകൊണ്ട് നമ്മളവിടെ ആറ് ആഡ് ചെയ്യേണ്ട വരുന്നില്ല. അപ്പം നമുക്ക് ധനേമൻ, ധനേമൻ. അടുത്തതാണ് നാഹ്. നാഹിനും നമ്മൾ എന്നാണ് വരുന്നത്, അത് വവ്വൽസ് അല്ല. അപ്പം ധനാഹ്, ധനാഹ്. അടുത്തത് ഫൊൻ. ഫൊൻ എന്ന് പറയുമ്പോഴത്തേനും വി ആണ് വരുന്നത്, വി വവ്വൽസ് അല്ല. അപ്പം ദാഫൊൻ, ജു, ദാസു, ഫോർ, ദാഫർ, ഷ്വിസൻ. ഷ്വിസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിറ്റ്വീൻ എന്നുള്ള മീനിങ് ആണ്. ഷ്വിസൻ എന്താ, ദ ഷ്വിസൻ. എന്നുള്ള ആർ അവിടെ വരികയില്ല, ഇസഡ് ആണ്. അടുത്താണ് ബൈ. ബൈ എന്നുള്ളത് നമ്മൾ ഡാക്കോമ്പസിറ്റിൽ വരുമ്പോഴത്തേന് ദ ബൈ. അടുത്തത് ദോഷ്. ദോഷ് എന്നുള്ള പ്രപ്പോസിറ്റീവ് ഡാക്കോമ്പസിറ്റിയിലേക്ക് വരുമ്പം ദാദുർഷ്. അടുത്തത് ഫിയോർ. ഫിയോർ എന്ന് പറയുമ്പം ദ ഫിയോർ. ഗേഗൻ, ദ ഗേഗൻ. ഹിൻഡർ, ദ ഹിൻഡർ. മിറ്റ്, ദ മിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ ആഡ് ചെയ്ത് ഡാക്കോമ്പസിറ്റ് ഫോം വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കിവിടെ ഈ സെൻറ്റൻസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വെർബൽ മീറ്റ് പ്രപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമാറ്റിക് പോർഷനാണ് നമുക്ക് ഈ ഒരു പോർഷൻ അറിയണമെങ്കിൽ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ പറഞ്ഞു പോകാം. വെർബൽ മീറ്റ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രപ്പോസിഷൻ്റെ കൂടെ, അതായത് വെർബിൻ്റെ കൂടെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷനും കാണും. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സ്പ്രഹൻ. സ്പ്രഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്പീക്ക് എന്ന മീനിങ് ആണ് വരുന്നത്. സ്പ്രഹൻ്റെ കൂടെ എപ്പോഴും മിറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ആയിരിക്കും വരുന്നത്, അതായത് ഡാറ്റീവ് കേസിൽ. അപ്പോൾ അക്യൂസാറ്റീവ് കേസിൽ വരുമ്പം സ്പ്രഹൻ്റെ കൂടെ യൂബർ എന്നുള്ള പ്രപ്പോസിഷനാണ് ആഡായി വരുന്നത്. ഓക്കെ. അടുത്തതാണ് വാർട്ടൻ. വാർട്ടൻ്റെ കൂടെ എപ്പോഴും വരുന്ന പ്രപ്പോസിഷനാണ് ഔഫ്. ഓക്കെ. ഔഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂസാറ്റീവ് പ്രപ്പോസിഷനാണ്. അടുത്താണ് നാക് ടെങ്കൻ. നാക് ടെങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂബറാണ് അതിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ, അത് അക്യൂസാറ്റീവ് പ്രപ്പോസിഷനാണ്. അപ്പം ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിലും കൂടുതൽ വെർബുകളും ഉണ്ട്, അതിൻ്റെ പ്രപ്പോസിഷനും ഉണ്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് വാർട്ടൻ പ്ലസ് ഔഫ്. അങ്ങനെ ഒരു ഹെഡിങ് ഇട്ടാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പം മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ വാർട്ടൻ്റെ കൂടെ എപ്പോഴും ഔഫ് എന്നുള്ള പ്രപ്പോസിഷനുള്ള വരുവുള്ളൂ. അപ്പം ആ ഒരു വാർട്ടൻ വെച്ചുള്ള സെൻറ്റൻസാണ് നമ്മളിവിടെ നിന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ദ ബുക്ക് കംസ് ടുമാറോ, ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ബുക്ക് നാളെ വരും, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടോ, അതിനു വേണ്ടി. അപ്പോൾ അവിടെ ദ കോമ്പോസിറ്റ് വന്നു, അതിനു വേണ്ടി എന്നുള്ളൊരു മീനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു സെൻറ്റൻസ് കണ്ടാലും അത് ഏത് സെൻറ്റൻസ് ആണ്, അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നോക്കി വെക്കുക. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ആ 2 കാര്യങ്ങൾ, അതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്ന്, ഒരു വ്യക്തിയെക്കുറിച്ചാണോ പറയുന്നത്, അതോ ജീവിയെക്കുറിച്ചാണോ,
അതോ എന്തെങ്കിലും വസ്തുതയെക്കുറിച്ചാണോ അതോ പറയുന്നത്, അതോ വാസ്തുതയെക്കുറിച്ചാണോ പറയുന്നത് എന്ന് നമ്മൾ ആ സെൻറ്റൻസിൽ നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ എന്താ പറയുന്നത്, ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ വസ്തുവിന് പറ്റിയ എന്താണ് ദ കോമ്പോസിറ്റ് ആയിരിക്കണം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മളത് സെൻറ്റൻസിലേക്ക് ആക്കുമ്പം ദസ് ബുക്ക് കോംഡ് മോർഗൻ. ഓക്കെ, നമ്മൾ ആ ഫസ്റ്റ് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് ബുക്ക് നാളെ വരും. എന്ത് ഇഷ് വാറ്റ് ധറൌഫ്. എന്തുകൊണ്ടാണ് ധറൌഫ് വന്നത്? അതൊരു എന്താ സാഗനാണ്, അതായത് തിങ്സ് ആണ്. തിങ്സിനെ നമ്മൾ എന്താണ് ഡ പ്ലസ് ആർ പ്ലസ് എന്താണോ പ്രപ്പോസിഷൻ അതായിരിക്കും വരുന്നത്. വാട്ട് എന്നുള്ള വെർബ് ആയതുകൊണ്ടും അവിടെ പ്രപ്പോസിഷൻ ഔഫ് ആയിരിക്കും. ഔഫ് എ ആണ് വൗൾസ് വരുന്നത്, അപ്പോൾ ആർ ആഡ് ചെയ്യണം. അപ്പം അവിടെ എന്താവും, വാറ്റ് ധറൌഫ് എന്ന് വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു തിങ്സിന് വരുമ്പോൾ, ഒരു തിങ്സിൻ്റെ സെൻറ്റൻസ് പറയുമ്പോൾ എങ്ങനെയാണ് ദ കോമ്പോസിറ്റ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമുക്കൊരു പേഴ്സൺ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീവി വരുവാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത എക്സാമ്പിളാണ് പോൾസ് കം സൂൺ, ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം. പോള് ഉടനെ തന്നെ വരും, ഞാൻ അവനെ കാത്തിരിക്കുകയാണ്. അവനെ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, പേഴ്സൺ ആണ്. അപ്പോൾ നമ്മളത് സെൻറ്റൻസിലേക്ക് ആക്കുമ്പം പോൾ kommt bald, ich warte auf ihn. എന്തുകൊണ്ടാണ് ഈൻ വന്നത്? ഔഫ് എന്നുള്ളത് അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. നമ്മൾ പേഴ്സണെയാണ് അവിടെ പറയുന്നത്, അതുകൊണ്ട് പേഴ്സൻ്റെ എന്ത് വരുന്നത്, പേഴ്സൺ പ്രൊണോമൻ എന്നാ വരുന്നത്, ഈൻ എന്നാണ് വരുന്നത്. അപ്പം ഈൻ എന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ സെൻറ്റൻസ് നോക്കുക, ഈ സെൻറ്റൻസിൽ ജീവിയെക്കുറിച്ചാണോ അതോ വല്ലതും വസ്തുതയെക്കുറിച്ചാണോ പറയുന്നത് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്താണ് പേഴ്സൺ പ്രൊണോമൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ദ കോമ്പോസിറ്റ് ആഡ് ചെയ്യുക. അടുത്തൊരു എക്സാമ്പിളാണ് നാക് തെങ്കൻ പ്ലസ് യൂബർ. അത് വെച്ചുള്ളതാണ് അടുത്തത് നോക്കുന്നത്. ഇഷ് തെങ്കൻ യൂബർ ദെൻ ഉർലൗബ് നാക്. ഞാൻ അവധിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഓക്കെ, അതൊരു നോർമൽ സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ പറയാം, ദ കോമ്പോസിറ്റിൽ എങ്ങനെ നമുക്ക് ആൻസർ പറയാം? യാ ഇഷ് തെങ്ക ഔക്ക് ധാറൂബർ നാക്. യാ ഇഷ് ഓൾസോ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. കണ്ടോ, അപ്പോൾ സെയിം കാര്യം തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് പറയാനാണ് നമ്മളവിടെ ദ കോമ്പോസിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് സ്പ്രഹൻ. സ്പ്രഹൻ്റെ കൂടെ നമുക്ക് മിറ്റ് എന്നുള്ള പ്രപ്പോസിഷനും വരും, യൂബർ എന്നുള്ള പ്രപ്പോസിഷനും വരും. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Wir machen morgen einen Ausflug. Wir sprechen darüber. ഞങ്ങൾ നാളെ ട്രിപ്പിന് പോകും, അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ചാണ് എന്നറിയുന്നത് എങ്ങനെയാണ്, ദാറൂബർ എന്നുള്ള ദ കോമ്പോസിറ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്താണ്, ഹൗസ് ഫ്ലൂഗിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അതൊരു കാര്യത്തെക്കുറിച്ച്, തിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ദ കോമ്പോസിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ, ദാറ്റ് ഈസ് അവർ നെയ്ബർ, വി ആർ ടോക്കിംഗ് വിത്ത് ഹിം. അത് ഞങ്ങളുടെ നെയ്ബറാണ്, ഞങ്ങൾ അവൻ്റെ കൂടെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ സെൻറ്റൻസിലേക്ക് പറഞ്ഞത്, ദസ് ഈസ് ഉൻസർ നാഗ്പാർ, വി ആർ സ്പ്രഷൻ മിറ്റ് ഈം. മിറ്റ് ഈം, കണ്ടോ, മിറ്റ് വന്നു, മിറ്റിൻ്റെ കൂടെ അത് ദാറ്റീവ് പ്രൊണോമൻ വന്നു. ദാറ്റീവ് പ്രൊണോമൻ എന്താ, ഈം എന്നായി. അതായത് അവിടെ പേഴ്സണിനെ കുറിച്ചാണ്. നേരത്തെ നമ്മളവിടെ ട്രിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അവിടെ ദ കോമ്പോസിറ്റ് ദാറൂബർ എന്ന് വന്നത്. ഇവിടെ ഈ സെൻറ്റൻസ് പറയുന്നത് ഒരു ആളിനെ കുറിച്ചാണ്, അതായത് വ്യക്തിയെ കുറിച്ചാണ്. അപ്പോൾ വ്യക്തി വരുമ്പം പ്രപ്പോസിഷൻ പ്ലസ് പേഴ്സൺ പ്രൊണോമൻ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. കുറച്ച് കാര്യം മനസ്സിലാക്കിയാൽ മതി. ആദ്യം പറഞ്ഞ ആ 2 ബോക്സിലെ റെഡ് ബോക്സിലെ കാര്യങ്ങളും നമ്മുടെ ദ കോമ്പോസിറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു, പ്രപ്പോസിഷൻ വെച്ച് വരുമ്പോൾ എങ്ങനെ ഫോം ആവുന്നു എന്ന്, ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെൻറ്റൻസ് മേക്ക് ചെയ്യും. അപ്പോൾ ജർമ്മൻ ഗ്രാമർ ഓൺലൈൻ ക്ലാസ് വേണ്ടവർ നമ്മുടെ ഇൻസ്റ്റാ ലിങ്കിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. Cheers.